Hello everyone, welcome back to my channel. Welcome to Easy Foods. ഗ്രീൻ പീസ് മസാലയാണ് ചെയ്യാൻ പോകുന്നത്. ഇതിന് തൊട്ട് മുമ്പായിട്ട് അപ്ലോഡ് ചെയ്ത ഓട്സ് നിർദോശയുടെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അതിന് കോമ്പിനേഷനായിട്ട് ഒരു ഗ്രീൻ പീസ് മസാല ഞാൻ ചെയ്യുന്നുണ്ടെന്നുള്ളത്. ഓട്സ് നിർദോശയുടെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക. നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടെ പ്രസ് ചെയ്തിടുക. ഗ്രീൻ പീസ് മസാലയ്ക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. തലേ ദിവസം കഴുകി കുതിർത്ത് വെച്ച ഗ്രീൻ പീസാണ്. ഒരല്പം എണ്ണ ഒഴിച്ച് കുക്കറിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഈ ഒരു പാനിൽ അല്പം എണ്ണ ഒഴിച്ചിട്ട് ഒരു വലിയ സവാള മുറിച്ചതും ഒരു പച്ചമുളകും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് 3/4 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നീട് ഒരു തക്കാളി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിൻ്റെ മസാലൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഗ്രീൻ പീസ് വേവിച്ചപ്പോൾ ഉപ്പിട്ടിട്ടില്ലായിരുന്നു. പയറുവർഗ്ഗങ്ങളും ധാന്യവർഗ്ഗങ്ങളൊക്കെ വേവിക്കുമ്പോൾ ആദ്യം തന്നെ ഉപ്പിട്ട് കൊടുക്കരുത്, പെട്ടെന്ന് വെന്ത് കിട്ടില്ല. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം വഴറ്റി കഴിഞ്ഞാൽ ഒരിക്കലും നോർമൽ വാട്ടർ ഉപയോഗിക്കരുത്, അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. നല്ല ചൂടുവെള്ളം അല്ലെങ്കിൽ തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതൊരല്പം നേരം മസാലയും ഗ്രീൻ പീസൊക്കെ ഒന്ന് ചേർന്ന് വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് തേങ്ങ അരച്ചെടുക്കുക. അതിനായി 1/4 കപ്പ് തേങ്ങ, ഒരല്പം വലിയ ജീരകം, 2-3 ചെറിയ ഉള്ളി എല്ലാം കൂടെ ചേർത്ത് മഷി പോലെ നന്നായിട്ട് തരിതരിപ്പില്ലാതെ അരച്ചെടുക്കണം. ഗ്രീൻ പീസ് മസാലയൊക്കെ ചേർത്ത് നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് നമുക്ക് ഈ തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് കഴിഞ്ഞ് സാധാരണ ഒരു തിള വന്നാൽ നമ്മൾ ഓഫാക്കാറല്ല ചെയ്യാറ്. അപ്പോൾ ഇതങ്ങനെയല്ല. ഇത് നന്നായിട്ട് നമുക്കൊരു കുറുകിയ മസാല ടൈപ്പ് ആവുന്നത് വരെ കിടന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ലാസ്റ്റ് വറുത്തിടാം. ഞാനത് വറുത്തിട്ടിട്ടില്ല, ഓയിൽ കണ്ടൻറ്റ് കുറക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഓട്സ് നിർദോശയ്ക്ക് മാത്രമല്ല, ദോശ, ചപ്പാത്തി, പൊറോട്ട, ഇടിയപ്പം അതിനൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സിമ്പിൾ ഗ്രീൻ പീസ് മസാലയുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ പ്രസ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.